കണ്ണൂർ പാറാട് CPIM ബ്രാഞ്ച് ഓഫീസിൽ സൂക്ഷിച്ച വസ്തുക്കൾ കത്തിയ നിലയിൽ. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസായി പ്രവർത്തിച്ച ടൗൺ ബ്രാഞ്ച് ഓഫീസിലാണ് ഈ സംഭവം. പാറാട് നടന്ന സംഘർഷങ്ങൾക്കിടെ കെട്ടിടത്തിന്റെ എയർ ഹാളിലൂടെ തീയിട്ടു എന്നാണ് സംശയം. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അജീഷ്, ഇത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? അതോടൊപ്പം തന്നെ എന്തൊക്കെ വസ്തുക്കൾ കത്തി നശിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രജൻ, ഈ കണ്ണൂർ പാനൂരിലെ പാറാട് ടൗണിലുള്ള ഒരു കെട്ടിടത്തിലെ 1-ാം നിലയിലാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഈ പാറാട് ടൗൺ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് ആണ് ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസായും പ്രവർത്തിച്ചു വരികയായിരുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം ഈ മേഖലയിൽ CPM മുസ്ലിം ലീഗ് സംഘർഷം ഉണ്ടായിരുന്നു. ആ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ അന്ന് ഈ എയർ ഹോൾ വഴി ആരെങ്കിലും മണ്ണെണ്ണയോ പെട്രോളോ ഉപയോഗിച്ച് ഇതിനകത്തേക്ക് തീ എറിഞ്ഞു കത്തിച്ചതാകാമെന്നുള്ളൊരു സംശയമാണ് LDF പ്രവർത്തകർ ഉന്നയിക്കുന്നത്. അതിനകത്തെ കസേരകളും കൊടി തോരണങ്ങളും അവിടുത്തെ നോട്ടീസുകളും അവിടുത്തെ ചിത്രങ്ങളും കത്തി നശിച്ചിട്ടുണ്ട്. ഇന്ന് ഈ LDF ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകാൻ ഒരു യോഗം സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ പ്രചരണാർത്ഥം ഈ പാർട്ടി പ്രവർത്തകർ കൊടികൾ എടുക്കാൻ ഓഫീസിൽ എത്തിയപ്പോഴാണ് തീയിട്ട നിലയിൽ കണ്ടെത്തിയത്. നിലവിൽ കുളവല്ലൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പിന്നിൽ ലീഗ് പ്രവർത്തകരെന്നാണ് CPMന്റെ ആരോപണം. അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.